ഹലോ വെൽക്കം ബാക്ക് ടു അവർ ലൈവ്. നമ്മൾ ഇന്ന് ഹവ ഓർ ധൂൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അതിൽ വരാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ലൈവ് എൻഡ് ചെയ്യുന്നവരെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വേണം ലൈവ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ലൈവിന്റെ അവസാനമായിരിക്കും നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം എടുത്ത് റെഡി ആയിട്ട് വേണം ക്ലാസ് കാണാൻ വേണ്ടി. ഓക്കെ ആണല്ലോ? ഡൺ. അപ്പൊ എല്ലാവർക്കും ഹവ ഓർ ധൂൽ എന്ന് പറയുന്ന ചാപ്റ്റർ അറിയാം. കാര്യം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ചാപ്റ്റർ ആണ്. അതിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡൺ അല്ലേ? യെസ്. അപ്പോ എല്ലാവരും എന്ന് പറഞ്ഞ കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞ ഹവ ഓർ ധൂൽ എന്താണ് ശരിക്കും? കഥയാണോ കവിതയാണോ? പോരട്ടെ. യെസ്, കവിതയാണ്. വെരി ഗുഡ്, കവിതയാണ്. അപ്പോ ശ്യാം സുശീൽ സിൻഹ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു കവിതയാണ്. അതില് കാറ്റിനെയും പൊടിയെയും എല്ലാം പറ്റി, പ്രകൃതിയിൽ മഴ വരാൻ പോകുന്നതിനെല്ലാം പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കവിതയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിലെ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നല്ലേ? യെസ്. അപ്പൊ നോക്കോ, ധൂല് के बदले घटा जोड़कर കവിത ലിഖേം. അതായത് ധൂല് എന്ന് പറയുന്ന വാക്ക്, ധൂൽ എന്ന് നമുക്കറിയാം എന്താണ്? പൊടിയാണ് അല്ലെ, ഡസ്റ്റ് ആണ്, പൊടിയാണ്. അപ്പോൾ ഡസ്റ്റ് എന്ന വാക്കിന് പകരം അല്ലെങ്കിൽ ധൂൽ എന്ന വാക്കിന് പകരം എന്ത് വേണമെന്നാ പറയുന്നത്? ഘട എന്ന് പറയുന്ന വാക്ക് ചേർത്ത് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു കവിത ലിഖേം, ഒരു കവിത എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് ചേർത്ത് നമ്മളോട് എന്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്? എന്തെഴുതാനാ പറഞ്ഞിരിക്കുന്നത്? യെസ്, കവിത എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്. കവിത എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് നമ്മളുടെ കവിത ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം. മിസ്സിന്റെ കൂടെ എല്ലാരും വായിക്കാം കേട്ടോ. ഓക്കെ. हवा धूल को छेड़ के भागी, सोती धूल अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे എന്ന് പറയുന്ന കവിതയാണ്. നമ്മളുടെ കവിതയുടെ ചെറിയൊരു ഭാഗം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കാം, ഈ ധൂലിന് പകരം എന്താക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ധൂലിന് പകരം ഘട എന്ന വാക്ക് ചേർത്ത് കവിത എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ. ഹവ ധൂല് കോ ചോടിക്കെ ഭാഗി. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? ഹവ ഘടാക്കോ ചോടിക്കെ ഭാഗി. വെരി ഗുഡ്. അപ്പൊ എന്താ? ഹവ ഘടാക്കോ ചോടിക്കെ ഭാഗി, सोती घटा अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई ഘടാക്കെ നീച്ചെ. അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ ആണല്ലോ? ഡണ്ണാണല്ലോ? ഈ ആക്ടിവിറ്റി എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റി ആണ് മക്കളെ. ഓക്കെ, എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് നമ്മളുടെ ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് ചേർത്ത് കവിത എഴുതൂ എന്ന് പറയുന്നു. അപ്പൊ ഡണ്ണാണല്ലോ? അപ്പൊ എല്ലാവരും എഴുതാൻ റെഡി ആണല്ലോ? ഒക്കെ ആയിട്ട് എഴുതണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എഴുതണം. കാര്യം എന്താ? ഈസിയസ്റ്റ് ആക്ടിവിറ്റി ആണ്. അതായത് ഒരു വാക്കിന് പകരം വേറൊരു വാക്ക് ചേർത്ത് എഴുതൂ എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണ്. ഡണ്ണാണല്ലോ? അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഉചിത് ജോഡെ ചുനുക്കർ ലിഖേം. അതായത് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള, ഉചിത് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള, ജോഡേം ജോഡികള്, ചുനേം ചുനുക്കർ അതായത് കണ്ടെത്തി അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിട്ട്, ചുനുക്കർ എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിട്ട് എന്ത് എഴുതാം? ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതൂ. അതായത് കറക്റ്റ് ആയിട്ടുള്ള ജോഡികള് ചേർത്ത് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. ഹവാ ധൂലിക്കോ. നമുക്ക് മനസ്സിലായി എന്താണിത്? നമ്മുടെ കവിത തന്നെയാണല്ലേ. അപ്പൊ എന്താ? ഹവാ ധൂലിക്കോ. യെസ്, പോരട്ടെ. ഞാൻ ഇവിടെ 1, 2, 3 and 4 എന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി. ഹവാ ധൂലിക്കോ ഏതാ ചേർക്ക? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? യെസ്, ഗുഡ്. ഹവ അല്ലെങ്കിൽ എന്താണ്? ഹവാ ധൂലിക്കോ. യെസ്, എന്താണ്? യെസ്, ഫോർത്ത് 1 ആണ്. വെരി ഗുഡ്. ഫോർത്ത് 1 ആണ്. ഹവാ ധൂലിക്കോ ചേടുക്കെ ഭാഗി. ചേടുക്കെ ഭാഗി. വെരി ഗുഡ്. ചേടുക്കെ ഭാഗി. സോത്തി ധൂല്. ഈ ബാക്കിയുള്ളത് 1, 2, 3 ആണ്. ഏതായിരിക്കും? സോത്തി ധൂല്. യെസ്, 1 ആണ്. വെരി ഗുഡ്. 1 ആണ്. സോത്തി ധൂല് അചാനക് ജാഗി. വെരി ഗുഡ്. അചാനക് ജാഗി. സോത്തി ധൂല് അചാനക് ജാഗി. ഉടി ഹവാക്കെ. 2 ആണോ 3 ആണോ? ഉടി ഹവാക്കെ. യെസ്, 3 ആണ്. ഉടി ഹവാക്കെ പീച്ചെ പിന്നാലെ പോയി എന്നാ പറയുന്നത്. പീച്ചെ. യെസ്, ലാസ്റ്റ് ബാക്കിയുള്ള എന്താണ്?
ബാക്കിയുള്ള എന്താണ്? യെസ്, ഹവാ ഹോ ഗയി ധൂല് കെ നീച്ചെ. ഹവാ ഹോ ഗയി, ഹവ ആയിപ്പോയി. എവിടെയാണ്? ധൂല് കെ നീച്ചെ, പൊടിയുടെ താഴെ ആയിപ്പോയി എന്ന് പറഞ്ഞ് നമ്മളെ കവിത അവസാനിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് പറയാ. അപ്പൊ എന്താ? ധൂല് കെ നീച്ചെ. അപ്പൊ ഈ ആക്ടിവിറ്റി കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ എന്തറിയണം? നമുക്ക് കവിത നല്ലപോലെ തന്നെ അറിയണം. അപ്പോ നല്ലപോലെ തന്നെ വായിക്കണം, അതുപോലെ തന്നെ പാടി എന്റെ മക്കൾ എല്ലാവരും പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇങ്ങനെ ഉചിത് ജോഡെ ചുനിക്കർ ലിഖെ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് അടിപൊളി മാർക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പൊ നോക്കാം, ധൂല് കെ നീച്ചെ. അപ്പൊ അങ്ങനെയാണ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. ഈ ആക്ടിവിറ്റി സെറ്റ് ആണല്ലോ? സെറ്റ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ തമ്പിട്ടോളോ. യെസ്, ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നിമ്നലിഖിത് ആശയ വാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖെ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിമ്നലിഖിത് എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ആശയവാലി, ആശയം വരുന്ന പങ്ക്തിയാം, വരികൾ. പങ്ക്തിയാം വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ എന്നാണ്. അത് കൃത്യമായിട്ട് പഠിക്കണം മക്കള് കേട്ടോ. പങ്ക്തിയാം, വരികള്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്താ, ആ ആശയം വരുന്ന പങ്ക്തിയാം, വരികള് കവിതാസെ ചുനിക്കറിലേക്ക്, കവിതയിൽ നിന്ന് ചുനിക്കർ, കണ്ടെത്തി എഴുതൂ എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി ചെയ്ത് നോക്കാം അല്ലെ. അങ്ങനെ കൃത്യമായിട്ടുള്ള ആശയം വരുന്ന കവിതകള് അല്ലെങ്കിൽ വരികള് കവിതയിൽ നിന്ന് എടുത്ത് എഴുതൂ എന്നാണ് നമ്മൾ ആക്ടിവിറ്റി പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കി നോക്ക്. ധൂല് ആംഖേം ബന്ദ് കർ ഖോജ്തി ഥി. ധൂലാരാണ് മക്കളെ? ധൂലാരാണ്? യെസ്, ഡസ്റ്റ് ആണ്, പൊടിയാണ്. അപ്പൊ എന്താ? ധൂല് ആംഖേം ബന്ദ് കർ, കണ്ണടച്ചുകൊണ്ട്, ആംഖേം കണ്ണ് അടച്ചുകൊണ്ട്, ഖോജ്തി ഥി കണ്ണടച്ചുകൊണ്ട് എന്താണ്? ഖോജ്തി ഥി അന്വേഷിച്ചിരുന്നു. അപ്പൊ ആ ആശയം വരുന്ന വരികൾ അല്ലെങ്കിൽ കവിതയിൽ എവിടെയാണ് ഉണ്ടാവാൻ നോക്കാം. യെസ്, അപ്പൊ നോക്കാം. ഓക്കെ, നമുക്ക് കവിതയിൽ ഏതായിരിക്കും നോക്ക്. ഹവാ ധൂല് കോ ഛേഡ് കെ ഭാഗി സോത്തി അചാനക് ധൂല് അചാനക് ജാഗി ഉടി ഹവാ കെ പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി ധൂല് കെ നീച്ചെ. അപ്പൊ ഇതിൽ എവിടെ ആയിരിക്കും കണ്ണടച്ചുകൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നോക്കാം. യെസ്, സോത്തി ധൂൽ. യെസ്, ഗുഡ്. അപ്പൊ സോത്തി ധൂൽ, അപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ധൂല്. അപ്പൊ എന്താ? ആഖേം ബന്ദ് കർ, എന്താണ്? അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഗുഡ്. അപ്പോ ആകെ പീച്ചെ ദായേ ബായേ ദായേ എന്താണ്? ഖോജ്തി രഹി. അപ്പൊ എന്താണ്? ദായേ ബായേ ആകെ പീച്ചെ, ആ വരികളില്ല, അതാണ് കൃത്യമായിട്ട് അവിടെ വരിക. ഗുഡ്. അപ്പൊ നോക്കാം. ഹവ സാസ് ഖീച്ച് കർ ചൽ രഹി തി. ഹവ കാറ്റ്, സാസ് ഖീച്ച് കർ എന്താണ്? ശ്വാസം വലിച്ചുകൊണ്ട് എന്താണ്? ചൽ രഹി തി പോവുകയായിരുന്നു. ഈ ആശയം വരുന്ന വരികൾ എവിടെയാ വരിക നോക്കാം. യെസ്, വെരി ഗുഡ്. അപ്പോ ഹവ സാസ് ഖീച്ച് കർ ചൽ രഹി തി എന്ന ആശയം വരുന്ന വരികള് ജസ്റ്റ് ഒന്ന് നോക്കിയോക്ക്. യെസ്, हवा चल रही थी सांसें खींच कर. നോക്ക്, हवा चल रही सांसें खींचे. യെസ്, ഗുഡ്. അപ്പൊ എന്താ? ധൂൽ ഘോജ് കി ആംഖേ മീച്ചേമാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? കണ്ണടച്ചുകൊണ്ട് അന്വേഷിക്കുന്നു എന്ന് വരാ. പിന്നെന്താ? ദായേ ബായേ ആകെ പീച്ചെ, ആ വരിയാണ് എന്താ? ഈ വരിയിൽ വരുന്നത്, അല്ലെങ്കിൽ ആശയമാണ് ഈ വരിയിൽ വരുന്നത്. ഗുഡ്. അപ്പൊ നോക്കാം, അടുത്ത ആശയം നോക്കാം, അല്ലെങ്കിൽ അടുത്ത വാക്കുകൾ നോക്കാം. ധൂല് ഹവാ ധൂല് കെ നീച്ചെ ചൽ രഹി തി. ഹവ ആരാണ്? കാറ്റ്. ധൂല് കെ നീച്ചെ, ആരാണ് നീച്ചെ? ധൂല് കെ നീച്ചെ ചൽ രഹി തി. കാറ്റ് ധൂല് കെ പൊടിയുടെ താഴെ പോവുകയായിരുന്നു. അതേതാ വഴി നോക്കി നോക്ക്. നീച്ചെ നീച്ചെ ധൂല് കെ നീച്ചെ. ഈ ഒരു സ്റ്റാൻസയാണ് ആ ആശയം വരുന്ന വരികളായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാൻസയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഡൺ ആണല്ലോ. കവിത അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ആശയം വരുന്ന അല്ലെങ്കിൽ വരികൾ കണ്ടെത്തി എഴുതൂ. ഇത് ഉറപ്പായിട്ട് എക്സാമിന് വരുന്ന ചോദ്യമാണ് കേട്ടോ. ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. 100% ഉറപ്പാണ് മക്കളെ. 100% ഈ ഒരു ചോദ്യം, ഇതേ മോഡൽ ചോദ്യം എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കവിതകള്, ഏതൊക്കെ കവിതകളാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ളത് അതെല്ലാം കൃത്യമായിട്ട് പഠിക്കാം. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പാടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനപ്പാടം പഠിക്കണം അങ്ങനെ പഠിക്കും. പക്ഷെ പാടി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിന്, സെക്കൻഡ് ടൈം എക്സാമിന് നമുക്ക് അടിപൊളിയായിട്ട് പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. യെസ്, സഹി വാക്യ പർ ടിക് ലഗായ, അല്ലെങ്കിൽ ശരിയിടൂ. അതായത് ശരിയായിട്ടുള്ള വാക്കില് അല്ലെങ്കിൽ സഹി വാക്യ പർ, ശരിയായിട്ടുള്ള വാക്യത്തിന് നേരെ എന്തിടാൻ? ടിക്ക് ഇടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം.
ഓക്കെ, ഹവാക്കെ ആനെ പർ, ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഹവാക്കെ ആനെ പർ, കാറ്റ് വന്നപ്പോൾ, ഹവാക്കെ ആനെ പർ, കാറ്റ് വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ശരിയുള്ള കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾക്ക് നേരെ എന്തിടണം? ടിക്ക് ഇടാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം അല്ലെ, നോക്കി നോക്കാം. ധൂൽ ഉഡ് ജായേഗി, കാറ്റടിച്ചാൽ ധൂൽ ഉഡ് ജായേഗി, ഉഡിജാവോ അല്ലെങ്കിൽ എന്താ പൊടി പറക്കോ? പറഞ്ഞു, യെസ്, പൊടി പറക്കും മിസ്. യെസ്, ഗുഡ്. അപ്പൊ എന്താ അതിൽ ടിക്ക് ഇടാം. ഗുഡ്. അടുത്ത് നോക്കാം. പത്തേ ഗിർ ജായെങ്കെ, എന്ത് വീഴും? ഇലകള് കൊഴിഞ്ഞ് വീഴും എന്നാ പറയുന്നത്. കാറ്റടിച്ചാൽ ഇലകൾ വീഴാറുണ്ടോ? ഉണ്ടെങ്കിൽ തംസ് അപ്പ് ഇടാം, ഇല്ലെങ്കിൽ തംസ് ഡൗൺ ഇടാം. യെസ്, തംസ് അപ്പ് ആണല്ലോ വരുന്നത്. അപ്പൊ എന്താ പത്തേ ഗിർ ജായെങ്കെ, അതും ശരിയാണ്. അടുത്ത് നോക്കാം. വർഷ ആ ജായെങ്കി, കാറ്റടിച്ച നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തിനു സാധ്യത ഉണ്ടാവും? വർഷ. വർഷ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം വർഷ, പെൺകുട്ടിയല്ല കേട്ടോ. വർഷ എന്താണ്? മഴയാണ്. ഗുഡ്. അപ്പൊ മഴ വരുമോ? വരുമോ? യെസ് ഓർ നോ? യെസ്, വെരി ഗുഡ്. യെസ് ആണ്. അപ്പൊ എന്താ മഴയും വരും. ലാസ്റ്റ് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അന്ധേര ചാ ജായേഗ. ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അന്ധേര ചാ ജായേഗ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. അപ്പോ അന്ധേര ചാ ജായേഗ, അതായത് മഴ, കാറ്റടിച്ചു, എന്താണ് ധൂലെല്ലാം പറന്നു, പൊടിയെല്ലാം പറന്നു, പത്തേ അല്ലെങ്കിൽ എന്താ ഇലകളെല്ലാം വീഴുന്നു, വർഷ മഴയും പെയ്തു. അപ്പൊ എന്ത് വരുമായിരിക്കും? അന്ധേര ചാ ജായേഗ. ഇരുട്ടാവോ? ഇരുട്ടാവുമോ? സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ വൈകുന്നേര സമയമൊക്കെ ആണെങ്കിൽ ഇരുട്ടാവാനും സാധ്യതയുണ്ട്. എന്താണ്? സൂര്യനും പോവാൻ സാധ്യത. അപ്പൊ എന്താക്കും? അന്ധേര ചാ ജായേഗ ശരിയായിരിക്കും അല്ലെ. വെരി ഗുഡ്. അപ്പോ ഇത് മൂന്നും ഉണ്ടാവാറുണ്ട് എന്നാണ് പറയാ. ഓക്കെ, അപ്പോ ഈ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കവിത വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതേ മോഡലിലെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കേണ്ടാവുക. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം. അപ്പോ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് തരും? കവിതയുടെ ചെറിയൊരു അംശം ഇങ്ങനെ തരും, ചെറിയൊരു കുറച്ച് വരികളൊക്കെ ഇങ്ങനെ തരും. എന്റെ മക്കൾക്കൊന്ന് കൺഫ്യൂഷൻ ആവണ്ട, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കവിതയായിരിക്കും എപ്പോഴും നമുക്ക് വരാം. പുറത്തുനിന്നൊന്നും ചോദിക്കില്ല കേട്ടോ, പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. എന്റെ കുഞ്ഞുങ്ങൾ പഠിച്ച കവിത എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? കവിത നല്ല പോലെ തന്നെ വായിക്കാം. ഇത് വായിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ ഈ വരി കാണുമ്പോ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഹവാ ദൂൽ എന്ന് പറയുന്ന കവിതയാണെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. അപ്പൊ എന്ത് ചെയ്യാം? हवा और धूल എന്ന് പറയുന്ന ആ കവിതയുടെ വരികൾ നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, धूल खोजते आंखें नीचे दाएं बाएं आगे पीछे हवा चल रही सांसें खींचे नीचे नीचे धूल के नीचे लगा धूल को कुछ है गड़बड़ धूल धप से नीचे आई. അപ്പോ ഈ ഒരു കവിത എന്താണ്? നമ്മുടെ തുടക്കത്തിലെ വരികളാണ് അല്ലെ, ആരംഭിക്കുന്ന വരികളാണ്. അപ്പൊ നമുക്ക് ഇത് തുടക്കത്തിലെ വരികളാണ്. അപ്പൊ നല്ലപോലെ തന്നെ വായിക്കുക കേട്ടോ, നല്ലപോലെ തന്നെ വായിച്ചോളാം കേട്ടോ. അപ്പൊ ആ ചോദ്യം ചോദിക്കാൻ നോക്കിയേ. കോൻ ധപ് സേ നീച്ചെ ആയി, ആരാണ് ധപ്പ് എന്ന് പറഞ്ഞ പെട്ടെന്ന് താഴെ വന്നത് ആരാണ്? അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചോദ്യം നല്ല പോലെ തന്നെ വായിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിലെ ഇമ്പോർട്ടന്റ് വാക്കുകള് അല്ല ഏതെങ്കിലുമൊക്കെ ഒരു വാക്ക് നിങ്ങളുടെ കവിതയിൽ ഉണ്ടോ എന്നൊന്ന് തിരഞ്ഞു നോക്കാം. അപ്പൊ ഇതിലേതോ ഒരു വാക്ക് കവിതയിലുണ്ടല്ലോ, ഇതിലേതോ ഒരു വാക്ക് ഉണ്ടല്ലോ, ഉണ്ടല്ലോ. യെസ്, യെസ്, അതേതാ വാക്ക്? ധപ്പ്. വെരി ഗുഡ്. ധപ്പ് എന്ന വാക്കാണ്. അപ്പോ ധപ്പ് എന്ന വാക്ക് നമുക്ക് ഇവിടെയും കണ്ടു. അപ്പൊ എന്താ? ആരാണ്? കോൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കോൻ ആരാണ് ധപ്പ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് താഴെ വന്നത് ആരാണ്? അപ്പൊ ആരാണ് ഫ്രണ്ടിൽ? ആരാ? യെസ്, ധൂലാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്താണ്? ധൂലാണ് എന്താണ് ധപ്പ് എന്ന് പറഞ്ഞ് താഴെ വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എന്തെഴുതാം? ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. കവിത തന്നിട്ട് ആരാണ് അങ്ങനെ ചെയ്തത്, ആരാണ് ഓടിയത്, ആരാണ് പറന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ചോദ്യത്തില് ഏതെങ്കിലുമൊക്കെ ഒരു വാക്ക് എവിടെ ഉണ്ടാന്ന് നോക്കണം. തന്നിരിക്കുന്ന സ്റ്റാൻസയിൽ ഉണ്ടോ എന്ന് എന്റെ കുഞ്ഞുങ്ങൾ നോക്കി നോക്കാം. അപ്പൊ എന്ത് ചെയ്യാം? അതിലുള്ള വരികൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിൽ ആരാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? അയാളെടുത്ത് അങ്ങോട്ട് എഴുതാം. നമുക്കിപ്പോ കിട്ടിയില്ല ആളെ. ആരാണ് അയാള്? യെസ്, ധൂലാണ്. വെരി ഗുഡ്. ധൂലാണ് പെട്ടെന്ന് താഴേക്ക് വന്നത്. ഓക്കെ ആണല്ലോ, നന്നാണല്ലോ. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ചോദ്യം കൂടി നോക്കാം. ഈ ആശയവാലി പങ്ക്തിയാം ചുനിക്കർ ലിഖേ, നമ്മൾ ഓൾറെഡി ആശയം വരുന്ന വരികൾ എടുത്ത് എഴുതിയിട്ടില്ലേ? യെസ്, ആക്ടിവിറ്റി ഉറപ്പായിട്ടും വന്ന ആക്ടിവിറ്റിയാണ്. മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഉറപ്പായിട്ടും ഈ ഒരു ആക്ടിവിറ്റി എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സംശയമില്ല, അത് 100% ഉറപ്പായിട്ടും പറയുന്ന ഒരു ചോദ്യമാണ്.
ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖെ. ഏതെങ്കിലും ആശയം വന്നിട്ട് ആ വരി കണ്ടെത്തി എഴുതൂ എന്ന് എന്റെ കുഞ്ഞുങ്ങളോട് പറയാം. ഒന്ന് നോക്കി ആ നോക്കാം. धूल आंखें बंद कर आगे पीछे और दाएं गोजती रही. അതായത് ധൂല് ധൂലാരാണ്, നമുക്ക് എന്താ ധൂലാരാണ്? യെസ്, പൊടിയാണ്. പൊടി ആംഖേം ബന്ദ് കർ. ആംഖേം എന്താണ്? ആംഖേം എന്താണ്? യെസ്, പോരട്ടെ. യെസ്, കണ്ണുകളാണ്. ആംഖേം ബന്ദ് കർ, കണ്ണ് അടച്ചുകൊണ്ട്. ആകെ പീച്ചെ, ആകെ മത്ലബ് അതായത് ആകെ എന്ന് പറഞ്ഞാല് മുന്നോട്ട്, പീച്ചെ പിറകിലേക്ക്. ആകെ പീച്ചെ ഇങ്ങനെ പഠിക്കണം കേട്ടോ. പഠിക്കുമ്പോ ആകെ പീച്ചെ അങ്ങനെ പഠിക്കും. ആകെ പീച്ചെ. ഓക്കെ, അപ്പൊ ആകെ പീച്ചെ ദായേ ഗോജത്തി രഹി. അതെന്താ? ഇടം വലവും മുന്നിലും പിന്നിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഈ ഒരു ആശയം വരുന്ന വരികള് ഈ തന്നിരിക്കുന്ന എവിടെയാണ് വരാന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ നോക്ക്. ഞാൻ എന്താ പറഞ്ഞത്? ഈ ആശയം അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന വരികൾ നമുക്ക് ചോദ്യത്തിലുള്ളതില് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് നമ്മളുടെ സ്റ്റാൻസയിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് ഇതിൽ നോക്കേണ്ട എന്താണ്? ആഖേം ബന്ദ് കർ നോക്കണം. പിന്നെന്താ? ആകെ പീച്ച നോക്കണം. അപ്പൊ നോക്കാം, എവിടെ നോക്കാം? യെസ്, അപ്പൊ നോക്ക്. ഞാൻ 1 2 3 ഇട്ട് തരാം. അപ്പൊ എന്റെ മക്കൾ എല്ലാരും പറഞ്ഞോളൂ അതേതാ വരാന്ന്. ആകെ പീച്ചെ ദായേ ബായേ എന്നൊക്കെ ഉള്ളത് ഏതാന്ന് പറഞ്ഞോളൂ കേട്ടാ. ഓക്കെ, 1 2 3 4 5 6 ആറ് വരിയില് എവിടെയാണ് അത് വരാന്ന് പറഞ്ഞോളൂ. യെസ്, യെസ്, വെരി ഗുഡ്. 1 ഉം 2. യെസ്, വെരി ഗുഡ്. 1 ഉം 2 ഉം ആണ് വരാ. അതായത് എന്താ? ധൂല് ആംഖേം ബന്ദ് കർ. നോക്ക്. യെസ്, ആംഖേം കിട്ടിയില്ലേ? 1 ഉണ്ട്. യെസ്, ആംഖേം ബന്ദ് കർ. പിന്നെന്താണ്? ആകെ പീച്ചെ ഓർ ദായേ ഘോജത്തി രഹി. ആകെ പീച്ചെ, ആകെ പീച്ചെ. ഗുഡ്. ആകെ പീച്ചെ. ഗുഡ്. അപ്പൊ എന്താണ്? ആകെ പീച്ചയും ദായേ ബായേ ഒക്കെ നോക്കി എന്നാ പറയുന്നത്. അപ്പൊ എന്താ? ആകെ പീച്ചെ എവിടെ ഉണ്ട്? യെസ്, ദായേ ബായേ ആകെ പീച്ചെ. അപ്പൊ 1 ഉം 2 ഉം ആണ് തന്നിരിക്കുന്ന ചോദ്യത്തിലെ 1 ഉം 2 ഉം വരികളാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഡണ്ണാലോ? കണ്ടുപിടിക്കേണ്ട ഐഡിയ കിട്ടിയല്ലോ. യെസ്, ഗുഡ്. അപ്പൊ 1 ഉം 2 ഉം ആണ് വരാം. ഡൺ. അങ്ങനെയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങള് ഈ രണ്ടാമത്തെ എന്നുള്ള ഓപ്ഷനിൽ ഉള്ളതൊന്ന് പറഞ്ഞു നോക്കിയേ. ഹവാ സാസേ ഖീഞ്ച് കർ. വായിക്കുവാണേ. ഹവാ സാസേ ഖീഞ്ച് കർ ധൂല് കെ നീച്ചെ ചൽ രഹി ഥി. അതായത് ഹവ കാറ്റ്, സാസേ ഖീഞ്ച് കർ ശ്വാസം വലിച്ചുകൊണ്ട്. ഹവ ശ്വാസം വലിച്ചുകൊണ്ട്, കാറ്റ് ശ്വാസം വലിച്ചുകൊണ്ട്. ധൂലിക്ക് നീച്ചെ ചൽ രഹി ഥി. ആരുടെ നീച്ചെ? ധൂലിക്ക് നീച്ചെ. നമുക്കറിയാം ധൂലാര ഡസ്റ്റ് ആണ്, പൊടിയാണ്. യെസ്, ഗുഡ്. അപ്പൊ എന്താ? ധൂലിക്ക് നീച്ചെ ചൽ രഹി ഥി, പോകുകയായിരുന്നു. ചൽ രഹി ഥി പോകുകയായിരുന്നു. ധൂലിന് താഴെ, നീച്ചെ മത്ലബ് താഴെ പോകുകയായിരുന്നു. അപ്പൊ നോക്കിയേ, ഹവ വേണം, അതിലെ സാസേ വേണം, പിന്നെന്താ? ഖീഞ്ചിക്കറൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു വരി നമുക്ക് നോക്കാം. നോക്ക്. 1 2 3 4 5 6 ഏതാ വരാ? സാസേം ഖീഞ്ചിന വേണം. പിന്നെന്താണ്? നീച്ചേന, ധൂലിക്ക് നീച്ചയും വേണം. അപ്പൊ ഏതായിരിക്കും? വെരി ഗുഡ്. 3 ഉം 4 ആണ്. വെരി ഗുഡ്. 3 ഉം 4 ആണ്. യെസ്, ഗുഡ്. അപ്പൊ എന്താ? 3 ഉം 4 ആണ് വരാ. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? ആരൊക്കെ വേണം? സാസേം ഖീഞ്ചിക്കറും വേണം, ധൂലിക്ക് നീച്ചയും വേണം. അപ്പൊ നോക്ക്. യെസ്, അപ്പൊ നോക്ക്. ഹവാ ചൽ രഹി സാസേ ഖീച്ചെ. കണ്ടോ? ശ്വാസം വലിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാണ്ടില്ലേ? അതുപോലെ തന്നെ നോക്ക്, ധൂലിക്ക് നീച്ചയുമുണ്ട്. അങ്ങനെയാണ് നമ്മള് സഹി ആശയവാലി അല്ലെങ്കിൽ ഈ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖെ എന്ന ചോദ്യം നമ്മള് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിൾ ആണ്. ചോദ്യത്തിന് തന്നിരിക്കുന്ന ആ ഒരു വരികൾ വായിച്ച് നോക്കാം. എന്നിട്ട് എന്താ അതിലുള്ളത് തന്നിരിക്കുന്ന സ്റ്റാൻസയിൽ ഉണ്ടോ എന്ന് തപ്പി നോക്കാം. എന്നിട്ട് അതെടുത്ത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഡൺ ആണല്ലോ. യെസ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതെല്ലാം ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കാൻ 100% സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ലൈവില് ഡിസ്കസ് ചെയ്തത്. ഡൺ ആണല്ലോ. യെസ്, ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി നമുക്കറിയാം തുക്കാന്ത് എന്നാണ്. എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം തുക്കാന്ത് എന്താണ്. യെസ്, റൈമിംഗ് വേർഡ്. വെരി ഗുഡ്. റൈമിംഗ് വേർഡ് ആണ്. വെരി ഗുഡ്. അപ്പൊ എന്താ? ഹവാ ധൂൽ കോ ചേടിക്ക് ഭാഗി സോത്തി ധൂല് അചാനക് ജാഗി എന്ന് പറയുന്ന ആ വരികളില് തുക്കാന്ത് ശബ്ദ ചുനുക്കർ ലിഖിയെ. ഈ ചോദ്യം ഉറപ്പായിട്ടും നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ വേറെ പല കവിതകളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഉറപ്പായുള്ള ക്വസ്റ്റ്യൻ ആണ് തുക്കാന്ത് ശബ്ദ ചുനുക്കർ ലിഖെ. അതായത് എൻഡിങ് ഒരുപോലെയുള്ള അല്ലെങ്കിൽ എൻഡിങ് ഒരുപോലെ അവസാനിക്കുന്ന വാക്കുകൾ തന്നിരിക്കുന്ന കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് ഒരുപോലെ വായിച്ച് നോക്കാം. അപ്പൊ ഒരുപോലെ വരുന്നത് എങ്ങനെ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് ചുമ്മാ എടുത്ത് എഴുതിയാൽ മതി. നമ്മളൊക്കെ അതിന്റെ മാർക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും. നോക്കി നോക്കാം.
തുകാന്ത് ശബ്ദം അവസാനം ഒരുപോലെയുള്ള നോക്കാം. ഹവാ ധൂലിക്കോ ഛേടിക്കെ ബാഗി സോത്തി ധൂല് അചാനക് ജാഗി. അപ്പൊ നോക്കി നോക്ക്, ഒരേപോലെ അവസാനിക്കുന്ന വാക്കുണ്ടോ അതില്? നോക്കി നോക്ക്. യെസ് ആണ്ട് ബാഗി. യെസ് ബാഗി ഉണ്ട്. പിന്നെന്താ? ജാഗിയും ഉണ്ട്. വെരി ഗുഡ്. ജാഗിയും ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് തുകാന്ത് ശബ്ദം നമ്മൾ കണ്ടെത്തി എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തുകാന്ത് ശബ്ദ ചുനിക്കർ ലിഖിയെ. നമ്മൾ ചുൻ ചെയ്തു അല്ലെങ്കിൽ എന്താ കണ്ടെത്തി. ഇനി എന്ത് എഴുതണം? ലിഖിയെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് 1 ആണെങ്കിൽ 1 ഇട്ടിട്ട് എന്ത് എഴുതണം? ബാഗി ബാഗി എന്ന് എഴുതിട്ട് എന്താ ഒരു ഹൈഫൺ ഇടാം. ഒരു കുഞ്ഞു ഹൈഫൺ ഇട്ടിട്ട് എന്ത് ചെയ്യാ? ജാഗി എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ഫുൾ മാർക്ക് കിട്ടും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. മക്കള് ടെൻഷൻ ആവണ്ട. തുകാന്ത് എന്താണ് മിസ് ചെയ്യുന്നതെന്നും നിങ്ങൾ പേടിക്കണ്ട. അന്ത് എന്ന് വെച്ചാൽ അവസാനിക്കുന്നത് ഒരേപോലെയുള്ളതാണ് തുകാന്ത് ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെരി സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമാണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠഭാഗങ്ങൾ നല്ല പോലെ തന്നെ വായിച്ചു നോക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. വായിക്കുക, നല്ല പോലെ തന്നെ വായിച്ചോളൂ, അക്ഷരങ്ങളൊക്കെ പഠിച്ചോളൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സഹി ആശയ അല്ലെങ്കിൽ എന്താ ഈ ആശയവാലി പങ്ക്തിയാം ചുനിക്കർ ലിഖേ അത് പഠിച്ചു. പിന്നെ എന്താ? തുകാന്ത് ശബ്ദം പഠിച്ചു. പിന്നെ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതാം എന്നും പഠിച്ചു. ഓക്കെ ആണോ? ഡൺ ആണല്ലോ. യെസ്. അങ്ങനെ നമുക്ക് നമ്മുടെ നമ്മുടെ ലൈവിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകാം. ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. കവിത കി പങ്ക്തിയോ കോ ക്രമമേ ലിഖേ. കവിതയുടെ പങ്ക്തിയോ, ഞാൻ പറഞ്ഞു പങ്ക്തിയോ മറക്കരുത്. പങ്ക്തി എന്താണ് മക്കളെ? പങ്ക്തി എന്താണ്? യെസ് ലൈൻസ് ആണ്, വരികളാണ്. അപ്പൊ പങ്ക്തിയാക്കോ ക്രമമേ ലിഖേ. ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ക്രമത്തിൽ എഴുതൂ. ഇപ്പൊ ഈ കവിതയുടെ വാക്ക് അല്ലെങ്കിൽ എന്താ പങ്ക്തിയ വരികൾ ക്രമത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിയണം എന്റെ കുഞ്ഞുങ്ങൾക്ക്? യെസ്, കവിത നല്ലപോലെ തന്നെ വായിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നല്ല പോലെ വായിച്ചാൽ പാടി എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് ഈ കവിതയുടെ വരികൾ ക്രമത്തിൽ എഴുതാൻ പറ്റും. നോക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് 1 2 3 ഇടാം കേട്ടോ. 1 2 3 ഇടാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ മതിയോ കേട്ടോ. അപ്പൊ ഞാനിതിന് ഇവിടെ 1 2 3 ഇടാം. അപ്പൊ ഏതാണ് വരേണ്ടതെന്ന് പറഞ്ഞു നോക്കാം. നോക്കിയോ? യെസ്. അപ്പൊ ധൂൽ ആംഖേ മീച്ചെ ഗോജത്തി. അതെന്തോ മിസ്മാച്ച് ഇല്ലേ? പാട്ട് എങ്ങനെ പാടി? ധൂൽ ഗോജത്തി ആംഖേ മീച്ചെ. വെരി ഗുഡ്. അപ്പൊ എന്താ 1 3 2 എന്ന് വരും. അപ്പൊ ധൂല് ഘോജിത്തി ആഖേ മീച്ചെ. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഈ ചോദ്യം ഉറപ്പായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നുണ്ടോ? നമ്മുടെ ഓണപരീക്ഷയ്ക്ക് എന്തായാലും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ക്രിസ്മസ് പരീക്ഷകൾ വിട്ടുകളയോ? ഇല്ല, എന്തായാലും ചോദിക്കും കേട്ടോ. അപ്പൊ നല്ല പോലെ തന്നെ പാടി പഠിച്ചോളൂ കേട്ടോ. നോക്കാം, അടുത്ത് നോക്കാം. ആകെ പീച്ചെ ബായേ ദായേ. അപ്പൊ എന്തായിരിക്കും വരാം? ബായേ ദായേ ആഖേ പീച്ചെ. നോക്കി നോക്ക്. ഇതേ യെസ്. ദായേ ബായേ ആകെ പീച്ചെ. കണ്ടോ? യെസ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? നമുക്ക് ദായേ ബായേ ആകെ പീച്ചെ. അപ്പൊ എന്ത് വരും? 3. യെസ്. 3 2 1. വെരി ഗുഡ്. 3 2 1 എന്നായിരിക്കും വരാം. അപ്പൊ എന്താ? ദായേ ബായേ ആകെ പീച്ചെ എന്നായിരിക്കും വരാം. അടുത്ത് നോക്കി നോക്കാം. ചൽ രഹി സാസേ ഖീച്ചെ ഹവ. എന്തായിരിക്കും വരാ? യെസ്. ഹവ ചൽ രഹി സാസേ ഖീച്ചെ. വെരി ഗുഡ്. അപ്പൊ എന്താ വരാ? ഹവ ചൽ രഹി 3. 3 പോരട്ടെ. യെസ്. ചൽ രഹി. വെരി ഗുഡ്. 1. പിന്നെന്താ? 2. ഹവ ചൽ രഹി സാസേ ഖീച്ചെ എന്നാണ് വരാ. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. കവിത നല്ലപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിയുടെ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഡൺ. യെസ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് വരെ നോക്കാം. നോക്ക്. ധൂലിക്ക് നീച്ചെ നീച്ചെ നീച്ചെ. അപ്പൊ എന്തായിരിക്കും? 3 2 1. യെസ്, ഗുഡ്. 3 2 1 ആണ് വരാം. 3 2 1 2 3 1 എങ്ങനെ വേണമെങ്കിൽ വരാം. രണ്ടും സെയിം ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ വരാം. വെരി ഗുഡ്. ശരിയാണ്, രണ്ടുപേര് പറ ശരിയാണ്. ഗുഡ്. അപ്പൊ എന്താ? 3 2 1. അപ്പൊ എന്താ? നീച്ചെ നീച്ചെ ധൂലിക്ക് നീച്ചെ എന്ന് വരും. ഡൺ ആണല്ലോ. ഈ ഒരു ആക്ടിവിറ്റികളെല്ലാം നമ്മുടെ ലൈവിൽ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള എല്ലാ മക്കൾക്കും താങ്ക് യു കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ച് നല്ലപോലെ തന്നെ വായിച്ചിട്ട് ടെൻഷൻ ഒന്നും അടിക്കാതെ ഈസി പീസി ആയിട്ട് എന്ത് ചെയ്താ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ബൈ.